ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഇത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് എത്താൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായി ചെയ്ത ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മുടെ ടൗൺ ഏരിയകളിൽ, അതായത് പൊതു ഇടങ്ങളിലെ ശുചീകരണമാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ഒരു പ്രവർത്തനം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 5 പൊതു ശൗചാലയങ്ങളും അതുപോലെ തന്നെ 7 പൊതു വിശ്രമ കേന്ദ്രങ്ങളുമാണുള്ളത്. എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും ജിജി ബിജു, ജയ സജീവ് എന്നീ 2 ഹരിതകർമ്മ സേനാംഗങ്ങളും അതോടൊപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരനായ രഞ്ജിത്ത് രവിയുടെയും നേതൃത്വത്തിൽ വളരെ കൃത്യതയോടും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. നമ്മുടെ ടൗണിലെ ക്ലീനിങ്, നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടൗണാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിനുള്ളത്. അതിൻ്റെ അവിടെയുള്ള മാലിന്യങ്ങൾ, അതായത് തരംതിരിച്ച് പ്ലാസ്റ്റിക്കും ഇലകളും ഒക്കെ തരംതിരിച്ച് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ഒരു പാർട്ട് ടൈം സ്വീപ്പറോടൊപ്പം 2 ഹരിതകർമ്മ സേനാംഗങ്ങളും സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നതിലൂടെ നമ്മുടെ ടൗണിനെ വൃത്തിയോടും നല്ല സുന്ദരമായും സൂക്ഷിക്കാനും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഒരു അധിക വരുമാനം കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. പിന്നെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ചെറുപട്ടണങ്ങളും ടൗണുകളും മനോഹരമാക്കുന്നതിന് വേണ്ടി ചെടിച്ചട്ടികൾ സ്ഥാപിക്കുക എന്നുള്ളത്. അത് പൂർണ്ണമായും ജനപങ്കാളിത്തത്തോടുകൂടി പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെയാണ് നമ്മൾ ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചത് ഗ്രാമപഞ്ചായത്തിന്. അതിൻ്റെ സംരക്ഷണം ഓരോ വ്യക്തികളും അതുപോലെ തന്നെ ഓരോ പൊതുജനങ്ങളും ഏറ്റെടുത്ത് വളരെ മനോഹരമായി തന്നെ അത് നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് സജീന ഫൈസൽ. എൻ്റെ പേര് തീവത്തി KP. ഞാൻ 2-ാം വാർഡിലെ ഹരിതകർമ്മ സേനയാണ്. ഞങ്ങൾ തിങ്കൾ മുതൽ വെള്ളി ദിവസങ്ങളിൽ ഈ പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളും ടൗണും ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് ഒരു അധിക വരുമാനം കിട്ടുന്നുണ്ട്.